നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ആയത്തുള്ള അലി ഖമനേയി അവശനിലയിലാണ്, വെന്റിലേറ്ററിലാണ്, കോമയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ കുറച്ചധികം ദിവസങ്ങളായി പുറത്തു വരുന്നതാണ്. എന്നാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായിരുന്നു ആയത്തുള്ള അലി ഖമനേയിക്ക് വിഷബാധ ഏറ്റു എന്നുള്ളത്. ഇതോടുകൂടി തന്നെ ചർച്ചകൾ മൊസാദ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള തരത്തിലേക്ക് ചർച്ചകൾ പോകുന്നു. ഇത് മാത്രമല്ല, ഇതിനെ സ്ഥിരീകരിക്കുന്ന ചില വാർത്തകൾ ഇറാനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. ഇറാൻ ഇന്റർനാഷണലിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതെല്ലാം തന്നെ ആയത്തുള്ള അലി ഖമനേയിക്ക് ഒരു കൃത്യമായ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് മറ്റൊരാളെ കുറിച്ചാണ്. ആയത്തുള്ള അലി ഖമനേയി വീഴുമ്പോൾ ഉറപ്പായും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു കയ്യൊപ്പ് അതിലുണ്ട് എന്നുള്ള തരത്തിലേക്ക് തന്നെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ പറയും. പക്ഷേ നമുക്ക് സംസാരിക്കാനുള്ളത് ഡേവിഡ് ഡാഡി ബെർണിയയെ കുറിച്ചാണ്, മൊസാദിൻ്റെ തലവനെക്കുറിച്ച്. ഒരുപക്ഷെ നെതന്യാഹുവിനേക്കാൾ ആയത്തുള്ള അലി ഖമനേയിയോട് പകയുണ്ടായിരുന്ന ആളാണ് ബെർണിയ. ഇത് മാത്രമല്ല, ബെർണിയയുടെ കാലത്ത് ഹമാസിൻ്റെ പല തലകളും വീണു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ളയുടെ തലയെടുത്തു. അത്രത്തോളം പശ്ചിമേഷ്യയിലെ വലിയ ഭീകര രൂപങ്ങളെ തച്ചുടയ്ക്കാൻ ഡേവിഡ് ഡാഡി ബെർണിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതല്ലേ? അത് ഡി എന്ന പേരിലാണ്, ചുരുക്കപ്പേരിലാണ് ഡേവിഡ് ബെർണിയ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 34 വർഷമായിട്ട് മൊസാദിൻ്റെ സംഘത്തിൽ ഉള്ള ആളാണ്. ഇപ്പം മൊസാദിൻ്റെ തലവനാണ്. ഡി എന്ന പേരിൽ തന്നെ തീവ്രവാദികളും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ എതിരാളികളും ഡി എന്നൊരു അക്ഷരത്തിൽ തന്നെ വിറപ്പിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അതിൽ പങ്കുള്ള എല്ലാവരും തന്നെ അവരവരുടെ മരണ വാറണ്ടിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നാണ് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ തലവൻ ബെർണിയ പറഞ്ഞത്. അത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. ആരെല്ലാമാണ് ഈ ഇസ്രയേലിനെ അന്ന് ആക്രമിക്കുന്നതിന് സഹായിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് അവർക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ജൂതനും അതുപോലെ തന്നെ രാഷ്ട്രത്തിനും ഒരു കാവൽ മാലാഖയായിട്ടാണ് ബെർണിയ നിൽക്കുന്നത്. അപ്പോൾ ഈ ബെർണിയയുടെ തലയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ 18 അടവും പയറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു രക്ഷപ്പെടാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡേവിഡിന്റെ ആത്മാഭിമാനത്തിന് ആകെ ഒരു മുറിവുണ്ടായത് ഒക്ടോബർ 7 ഒക്ടോബർ 7 അന്ന് ഉണ്ടായിരുന്നവരെ എല്ലാവരും തന്നെ ഈ ശത്രുക്കൾ തീക്കളിയാണ് കളിച്ചത് എന്ന് ബെർണിയ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഭീകരർ ഭയക്കേണ്ടത് നെതന്യാഹുവിനെയല്ല ഡേവിഡിനെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തന്നെയാണ് ഖമനേയിക്ക് ഇപ്പോൾ പറ്റിയിട്ടുള്ളതും. ഖമനേയിക്ക് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പോൾ കാർട്ടൂണുകളിൽ പോലും വരുന്ന ഒരു ചിത്രമുണ്ട്, ഖമനേയിക്ക് പുറകുഭാഗത്ത് സിറിഞ്ചുമായി നിൽക്കുന്ന മൊസാദ് തലവൻ്റെ ചിത്രം. അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാരണം ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്, മൊസാദ് എത്താത്ത സ്ഥലമില്ല. ഇറാന്റെ ഓരോ മുക്കിലും മൂലയിലും മൊസാദ് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ സേനയിലെ അംഗങ്ങളിൽ തന്നെ മൊസാദിൻ്റെ ചാരന്മാരുണ്ട് എന്നുള്ള ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ അത് വളരെ കുറച്ചുകൂടി ഉറപ്പാവുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഖമനേയിക്ക് വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുക മൊസാദിൻ്റെ സംഘടനാ തലപ്പത്തുള്ളവരും തന്നെയായിരിക്കും. അതെന്തായാലും ഉറപ്പിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിലെയും റിപ്പോർട്ടുകൾ അത്തരത്തിലാണ്. ഈ വിഷബാധ ഏറ്റു എന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ, അതായത് മൊസാദ് തന്നെയാണ് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പ് പറയുന്നത്. ഈ ഡേവിഡ് ഡാഡി ബെർണിയയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വലിയ ഒരു കയ്യടിയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ച നേതാവാണ് ആയത്തുള്ള അലി ഖമനേയി. ഇറാന്റെ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ മന്ത്രിയോ ആരുമല്ല ട്രംപിനെ വെല്ലുവിളിച്ചത്, പരമോന്നത നേതാവ്. ഇതിനു മുൻപ് ആയത്തുള്ള അലി ഖമനേയി അമേരിക്കയെക്കുറിച്ച് പറഞ്ഞത് അമേരിക്ക പേപ്പട്ടിയാണ് എന്നാണ്. മുൻപ് ട്രംപിന്റെ ഭരണകാലത്ത് ഡേവിഡ് ഡാഡി ബെർണിയ പറഞ്ഞത്, ആയത്തുള്ള അലി ഖമനേയി വെല്ലുവിളിച്ചത് ട്രംപിനെ പേപ്പട്ടിയെ പോലെ കൊല്ലും എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ട്രംപിനെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ കയറാൻ പോകുമ്പോൾ ആ ഒരു
ഭീഷണി കൂടി ഇല്ലാതാക്കി കൊടുത്ത്, അതായത് ആ ഒരു വെല്ലുവിളിച്ച ആളിനെ കൂടി ഇല്ലാതാക്കി കൊടുത്തിട്ട് മൊസാദ് ഒരു സമ്മാനം പോലെ ട്രംപിന് ഇത് കരുതി വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ആ ഒരു തരത്തിലേക്ക് പോലും ചർച്ചകൾ വഴിമാറുകയാണ്. ശരിക്കും നമുക്ക് ഡേവിഡ് ഡാഡി ബെർണിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം. ഡേവിഡ് ഡാഡി ബെർണിയുടെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ശത്രുക്കൾ പോലും ആരാധിക്കുന്ന ഒരാളാണ് ഡേവിഡ് ഡാഡി ബെർണിയ. അത്രത്തോളം കരുത്തനാണ്, യുദ്ധതന്ത്രജ്ഞനാണ്, എങ്ങനെ എവിടെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഹമാസിൻ്റെ എത്ര നേതാക്കളെയാണ് ഇല്ലാതാക്കിയത്. വർഷങ്ങളായി അല്ലെങ്കിൽ എത്രയോ കൊല്ലങ്ങളായി ഇസ്രയേൽ തലകുത്തി മറിയുകയാണ് യഹിയ സിൻവറിൻ്റെ തലയെടുക്കുന്നതിന് വേണ്ടി. ആ തല വീഴ്ത്തിയത് ഡേവിഡ് ഡാഡി ബെർണിയാണ്. ഹസൻ നസറുള്ള, ഇറാൻ പരമോന്നത നേതാവിൻ്റെ വലങ്കൈയാണ് ഹസൻ നസറുള്ള. ആ തലയെടുത്തുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഇറാന് കൊടുത്തു. ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെടുന്നു. ഇതുപോലെ എത്രയെത്ര തലകൾ വീണു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഹൂതി തലവൻ മാത്രമാണ്. അപ്പോൾ അവിടെയും കൃത്യമായ എന്തെങ്കിലും ഒരു നടപടി, എന്തെങ്കിലും ഒരു പ്ലാൻ ഡേവിഡ് ഡാഡി ബെർണിയുടെ തലയിൽ ഉണ്ടാകും. പേജറുകൾ പൊട്ടിത്തെറിപ്പിച്ച് അപകടമുണ്ടാക്കിയത് അത് ഡേവിഡ് ഡാഡി ബെർണിയുടെ കൃത്യമായ കളിയായിരുന്നു. അപ്പോൾ അതായത് ഒരു പിഴവുകളും സംഭവിക്കാതെ തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ്. ഏറ്റവും വലിയൊരു നാണക്കേടായി ഡേവിഡ് ഡാഡി ബെർണിയയ്ക്ക് ഉണ്ടായ സംഭവം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ 7 ആക്രമണമാണ്. അതിനുശേഷം ലോകത്തിനു മുന്നിൽ മൊസാദ് എന്ന സംഘം ഒരുപാട് അപമാനിക്കപ്പെട്ടു. അതായത് ഇറാൻ ഉൾപ്പെടെ ഇസ്രയേലിന്റെ ശത്രു രാജ്യങ്ങൾ അത് ആഘോഷിച്ചു. കാരണം മൊസാദ് ഉള്ള കാലം വരെ ഇസ്രയേലിനെ തൊടാൻ കഴിയില്ല എന്നുള്ള ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ മൊസാദ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ, ആ ഒരു സംഘം ഉള്ളപ്പോൾ തന്നെ ഇസ്രയേലിന്റെ കാവൽ മാലാഖയുടെ കണ്ണ് വെട്ടിച്ചാണ് ആ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഇറങ്ങി തിരിച്ച ആളാണ് ഡേവിഡ് ഡാഡി ബെർണിയ. ഓരോ തലകളും വെട്ടിമാറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രയേൽ കാത്തിരിക്കൂ, സർപ്രൈസുകൾ വരുന്നുണ്ട് എന്ന് വെല്ലുവിളിച്ചതാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള. ഹസൻ നസറുള്ളയുടെ തല എടുത്തിട്ടാണ് ബെർണി അതിന് ഉത്തരം. ശരിക്കും സർപ്രൈസ് കൊടുത്തത് ഇറാനാണ്. നസറുള്ളയാണ് വെല്ലുവിളിച്ചത്, പക്ഷേ സർപ്രൈസ് കിട്ടിയത് ഇറാന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആൾ തന്നെയാണ്. 1965 മാർച്ച് 29 ബെർണിയ ജനിക്കുന്നത്. അഷ്കലോണിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസികളുടെ വേട്ടയാടലിന് ഇരയായിട്ടുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു. ജൂതനാണ്. ഒരു യഹൂദ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അച്ഛൻ ജോസഫ് ബ്രണ്ണർ, മാതാവ് നവോമി. ജോസഫ് ബെർണിയ നാസി ജർമ്മനിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പലായനം ചെയ്ത് ഇസ്രയേലിലേക്ക് കുടിയേറിയ ഒരു കുടുംബമാണ്. ഇസ്രയേൽ സൈന്യത്തിലാണ് ജോസഫ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. നബിയുഷയിലും സഫേദിലും സംഘടനയുടെ 3ാം ബറ്റാലിയനായിട്ട് ബെർണിയുടെ പിതാവ് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. ഇസ്രയേലി വ്യോമസേന തദിരിനിൽ മാനേജർ കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ അമ്മ നവോമി SS പാട്രിയയിലാണ് ജനിച്ചത്. അധ്യാപികയായിരുന്നു, സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. ഡേവിഡ് ടെല്ലവീവിലെ മിലിറ്ററി ബോർഡിംഗ് ഫോർ കമാൻഡിലാണ് വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ, കാരണം ഒരു ജൂതന്മാരോടുള്ള വിദ്വേഷം ഏറ്റുവാങ്ങിയിട്ടുള്ള കുടുംബമായിരുന്നതുകൊണ്ട് തന്നെ ജൂത വികാരം എന്നുള്ളത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കുടുംബമാണ് ജോസഫ് ബെർണിയുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തെയും സ്വപ്നവും വികാരവുമായിരുന്നു കൊച്ചു ഡേവിഡിന് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ മൊസാദ് എന്നത് തൻ്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് മൊസാദിൽ ചേരാനുള്ള ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1996 ബെർണിയ മൊസാദിൽ ചേരുന്നത്. അന്ന് അദ്ദേഹം സോമേറ്റ് ഡിവിഷനിലാണ് സേവനമനുഷ്ഠിച്ചത്. പിന്നീട് ഇസ്രയേലിലും വിദേശത്തും പലവിധ പ്രവർത്തന യൂണിറ്റുകളുടെ എല്ലാം കമാൻഡറായി പ്രവർത്തിച്ചു. 2.5 വർഷക്കാലം അദ്ദേഹം ഉണ്ടായിരുന്നത് കെഷറ്റ് ഡിവിഷനിലായിരുന്നു. അതിർത്തി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ജോലിയാണ്. അതിൽ ഉപമേധാവിയായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. 2013 സോമേറ്റ് ഡിവിഷൻ്റെ തലവനായി നിയമിച്ചു. ഏത് ഇതിലായിരുന്നെങ്കിലും അതിലെല്ലാം തന്നെ ഏറ്റെടുത്ത ഏത് ജോലിയാണെങ്കിലും വളരെ കൃത്യവും ചടുലവുമായിരുന്നു ഡേവിഡിൻ്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ പ്രിയപ്പെട്ടവനായി ഡേവിഡ് വളരെ പെട്ടെന്ന് തന്നെ മാറി. പിന്നീടാണ് ഡേവിഡ് മൊസാദ് സംഘടനയ്ക്ക് ആവേശം പകർന്ന്
ഏത് ഓപ്പറേഷനും ഡേവിഡിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്ന വിശ്വാസം മൊസാദ് തലവനുണ്ടാകുകയും 2019 മൊസാദിൻ്റെ ഉപമേധാവിയായിട്ട് നിയമിതനാകുകയും ചെയ്തു. പിന്നീട് ട്രംപ് അധികാരം ഒഴിയുന്ന സമയത്ത് ബൈഡൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഇദ്ദേഹം ബെർണിയ ഇതിൻ്റെ തലവനായിട്ട്, മൊസാദ് തലവനായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ സമയത്തും മുന്നിൽ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ട്രംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിന് വളരെ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നീട് ബൈഡൻ വന്ന സമയത്ത് ഒരു ചെറിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് മൊസാദിൻ്റെ തലവൻ സ്ഥാനത്തേക്ക് ബെർണിയ വരുന്നത്. പിന്നീട് അതിനുശേഷം നമ്മൾ കാണുന്നതെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഗ്രൂപ്പുകളുടെയും, ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ എല്ലാം പേടി സ്വപ്നമായിട്ടാണ് ഡേവിഡ് ബെർണിയ മാറുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്, ഖമനേയിയെ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത നേതാവ് എന്നൊക്കെയുള്ള ഒരു കൺസിഡറേഷനെങ്കിലും ഉണ്ടായിരുന്നു ഇസ്രയേലിന്. പക്ഷേ അതുപോലും ഇല്ലാതെ ഇദ്ദേഹത്തിനെ ഭീകരവാദത്തിൻ്റെ തല എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടാണ് ബെർണിയ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കണ്ണിലെ ഏറ്റവും പ്രധാന വില്ലനായിരുന്നു ബെർണിയ. ഇതെല്ലാം തന്നെ പക്ഷേ ഇങ്ങനെയുള്ള ഈ വില്ലൻ പദവി കിട്ടിയപ്പോൾ അതെല്ലാം വളരെ ബഹുമതികളായിട്ടാണ് ബെർണിയ കണ്ടിരുന്നത്. 2021 ജൂണിലാണ് മൊസാദിൻ്റെ തലവനായി വരുന്നത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രമാണ് നമ്മൾക്കിപ്പോൾ അറിയാവുന്നത്. അപ്പോൾ അതിനു മുൻപ് തന്നെ അദ്ദേഹം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും നമുക്കറിയാം. കഴിഞ്ഞ 34 വർഷമായിട്ട് മൊസാദിൻ്റെ സംഘടനയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പേരാണ് ഡേവിഡ് ഡാഡി ബെർണിയ. ഇതിനകത്തിൽ മറ്റൊരു വിവരം കൂടി പറയാം. ഇപ്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ നെതന്യാഹു ഒരു പക്ഷേ പരമോന്നത നേതാവ് എന്നുള്ള കൺസിഡറേഷൻ ഖമനേയിക്ക് കൊടുത്തിരുന്നു. പക്ഷെ അതുപോലും കൊടുക്കാത്ത ഒരാളാണ് ഡേവിഡ് ഡാഡി ബെർണിയ. നമുക്കതിൽ മറ്റൊരു മുൻപ് നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് ആ വിവരം. അതായത് മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ 2 പേരുകൾ ഉണ്ടായിരുന്നില്ല. അതായത് 2 പരമോന്നത നേതാക്കളുടെ, ഒന്ന് ഇറാഖിലെ പരമോന്നത നേതാവ്, 2 ഇറാനിലെ പരമോന്നത നേതാവ്. ഇവരുടെ 2 പേരുടെയും പേരുണ്ടായിരുന്നില്ല. പിന്നീട് ഇത് എഴുതി ചേർക്കപ്പെട്ടതാണ്. എഴുതി ചേർക്കപ്പെട്ടു എന്ന് പറയുന്നത് ഡേവിഡ് ഡാഡി ബെർണിയയുടെ കാലത്താണ്. അതിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ പേര് വളരെ വലിയ രീതിയിൽ ഒക്ടോബർ 1 ആക്രമണത്തിന് ശേഷമാണ്, ഇറാന്റെ ഒക്ടോബർ 1 ആക്രമണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഖമനേയിയുടെ പേര് ഏറ്റവും ആദ്യമായിട്ട് എഴുതി ചേർത്തത്. അപ്പോൾ അടുത്തിടെ ഇസ്രയേലിന്റെ ചാനൽ 14 ഒരു കാര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ BBC പുറത്തുവിടുകയും ചെയ്തൊരു റിപ്പോർട്ടുണ്ട്. ഇതിൽ ഇറാഖി ഷിയ പുരോഹിതൻ അലി അൽ സിസ്താനി, ഹമാസ് നേതാവ് യഹ്യ സിൻവർ, ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ, ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള, ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയിം ഖാസിം, യമൻ ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി, ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി. ഇവരുടെ എല്ലാം പേരുകൾ റെഡ് മാർക്കർ കൊണ്ട് വളരെ ബോൾഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരുകൾ കറുപ്പ് കളറിൽ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇതിൽ റെഡ് മാർക്കറിൽ മാർക്ക് ചെയ്തിരുന്ന പേരുകളിൽ പലരും തന്നെ, ഈ ഹൂത്തി നേതാവ് ഒക്കെ ഒഴിച്ച് ബാക്കി ഉള്ളവരൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അതായത് റെഡ് മാർക്കറിൽ എഴുതപ്പെട്ട പേരുകൾ എന്ന് പറഞ്ഞാൽ അത് ഭൂലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് മൊസാദിന് ബോധ്യമായിട്ടുള്ള പേരുകളാണ് അങ്ങനെ ബോൾഡായിട്ട് രേഖപ്പെടുത്തിയത്. ഇതിലേക്കാണ് പിന്നീട് മറ്റൊരു പേര് എഴുതി ചേർത്തത്. ആ പേരായിരുന്നു ഖമനേയി എന്നുള്ളത്. ഇത് കുറച്ചുകൂടി വലുപ്പത്തിൽ ഏറ്റവും എടുത്തു കാണുന്ന വിധം ഏറ്റവും ആദ്യമായിട്ട് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള 1ാമത്തെ പേര് അഥവാ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണമെന്ന് മൊസാദ് തീരുമാനിച്ച പേര്, അതാണ് അലി ഖമനേയിയുടേത്. ആ അലി ഖമനേയിക്കാണ് ഇപ്പോൾ കോമയിലാണെന്നും വെന്റിലേറ്ററിൻ്റെ സഹായമാണെന്നും വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ ഇപ്പോൾ ആയത്തുള്ളയായി പരിഗണിക്കും എന്ന് അറിയപ്പെടുന്നു. പരിഗണിക്കുമെന്നല്ല, ആ ചടങ്ങ് കഴിഞ്ഞു എന്നാണ്, രഹസ്യയോഗത്തിൽ ആ ചടങ്ങ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്ത ആയത്തുള്ളയെ തങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പോലും പുറത്തു പറയാൻ ഇറാൻ ഭയക്കുകയാണ്. അങ്ങനെ പുറത്തു പറയേണ്ടി വന്നാൽ 2 കാര്യങ്ങൾ ഇറാന് വെളിപ്പെടുത്തേണ്ടി വരും. ഒന്ന്, ആയത്തുള്ള അലി ഖമനേയിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. 2ാമത്തത്, അടുത്ത ആളെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ആ തലയും എടുക്കാനുള്ള ഒരു നീക്കം ഉറപ്പായും മൊസാദ് നടത്തും എന്നുള്ളത്. കാരണം ഇറാൻ കെട്ടിപ്പൊക്കിയ പ്രതിരോധ അച്ചുതണ്ട്, അതിന്റെ തലവനാണ് ഇപ്പോൾ ഖമനേയി. അല്ലെങ്കിൽ ഇനി വരുന്ന പരമോന്നത നേതാവിന്റെ സ്ഥാനത്ത് വരുന്ന ആരുമായാലും അത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ തലയാണ് എന്നാണ് മൊസാദ് പറഞ്ഞത്. അപ്പോൾ ആ തല അറുത്തിടേണ്ടത് മൊസാദിന്റെ ആവശ്യമാണ്.
ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് എന്ന HHൻ്റെയും ഇറാഖ് സായുധസേന, സിറിയൻ സായുധസേന വിഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒരു വലിയ പട ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ ബ്രെയിനാണ് അലി ഖമനേയി. അപ്പോൾ ഭീകരവാദത്തിൻ്റെ തലതൊട്ടപ്പൻ. ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് മൊസാദിൻ്റെ ആവശ്യമാണ്. കാരണം അന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ബർണിയ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ മരണ വാറന്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ആ മരണ വാറന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്ന ചുമതല കാലൻ്റെ കയ്യാളായിട്ടാണ് ഇപ്പോൾ ബർണിയ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് ഈ അലി ഖമനേയിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ആയതുള്ള അലി ഖമനേയിക്ക് അവശനായി അദ്ദേഹം പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാതിരിക്കാൻ തുടങ്ങിയത്, അതായത് പൂർണ്ണമായും മാറിയത് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതോടെയാണ്. അതായത് ഒക്ടോബർ 1 ഇറാൻ ഒരു ആക്രമണം നടത്തി ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നു. ഇതിന് മറുപടിയായി ഇസ്രയേൽ 100ഓളം മിസൈലുകൾ അയച്ച ഒരു ആക്രമണം നടത്തുന്നു. ഇതിന് ശേഷമാണ് ഈ ആയത്തുള്ള അലി ഖമനേയിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വരുന്നത്. അന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 2 ഇടങ്ങളിലേക്കാണ്. ഒന്ന് ആണവ നിലയം, പാർച്ചിനിലെ ആണവ നിലയത്തിന് നേരെയും 2 ഈഗിൾ 44. അതായത് ഈ ഈഗിൾ 44 ആണ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഒളിത്താവളം. ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ എല്ലായ്പ്പോഴും ഖമനേയി ഇതിനുള്ളിൽ തന്നെ ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം പൂർണ്ണമായും ഈ ഈഗിൾ 44 എന്ന് വിവരങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഖമനേയിയെ ഒളിപ്പിച്ചിരിക്കുന്നത് വെന്റിലേറ്ററിലാണെങ്കിലും ഈ വെന്റിലേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് ഈഗിൾ 44 എന്ന് പറയുന്നു. ശരിക്കും ഈ ഒരു വിഷബാധ ഏറ്റാണോ അവശനായത്, അതോ അന്ന് നടന്ന ആക്രമണത്തിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ? അതിനെക്കുറിച്ച് എന്താണ് വിവരങ്ങളുള്ളത്? അതിനുശേഷം പക്ഷെ ഒരിക്കലും തന്നെ ഖമനേയിയുടേതായിട്ടുള്ള 2-3 പോസ്റ്റുകൾ അന്ന് എക്സിൽ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം അതോടുകൂടി തന്നെ ആ പോസ്റ്റുകൾ തന്നെ അത് ഇല്ലാതെ ചെയ്തിരുന്നു. അതിന് ഒരിക്കൽ പോലും പിന്നീട് ഖമനേയിയുടേതായിട്ടുള്ളൊരു പ്രസ്താവനകളോ അല്ലെങ്കിൽ ഖമനേയി നേരിട്ടിട്ടോ വന്നിട്ടില്ല. ഒരിക്കൽ മാത്രം കയ്യിൽ തോക്കം പിടിച്ച് ഖമനേയി വന്നതാണ്. അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ഖമനേയിയെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നേരിട്ട് കാണുന്നത് പോയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സന്ദേശം പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മൊസാദ് ചെയ്യുന്നത് തന്നെ ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരിക്കുന്ന മടയിൽ കയറി തീർക്കുക എന്നുള്ളതാണ് മൊസാദിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈഗിൾ 44 ചെന്ന് ഖമനേയിയെ അങ്ങോട്ട് ചെന്ന് കാണുക എന്നുള്ളതാണ് മൊസാദ് അല്ലെങ്കിൽ ബർണിയ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇതുവരെ മൊസാദ് കൊലപ്പെടുത്തിയ ആൾക്കാരെ പോലെയല്ല. ഹിസ്ബുള്ളകളുടെ നേതാക്കളെ കൊല്ലുന്നു, ഹമാസിന്റെ നേതാക്കളെ കൊല്ലുന്നു. പക്ഷെ അതുപോലെ ഒന്നുമല്ല പരമോന്നത നേതാവിന് നേരെ ഒരു ആക്രമണം നടത്തുന്നത്. പക്ഷേ അത് ഒരു ആക്രമണമാണ് എന്ന് പറയാൻ പോലും ഇതുവരെ ഇറാൻ തയ്യാറാകുന്നില്ല. ഖമനേയിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർ പറയുന്നില്ല. അത് ഇറാന് വന്ന ഏറ്റവും വലിയ നാണക്കേടാണത്. ഖമനേയിയെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ സൂക്ഷിക്കാൻ, അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ അതിലും വലിയൊരു നാണക്കേട് പിന്നെ വരാനില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു നാണക്കേടിന്റെ മുന്നിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ചോദിക്കാനുള്ളത് ഇതാണ്, അതായത് ഒരു പരമോന്നത നേതാവിനെ ഹിറ്റ് ലിസ്റ്റിൽ ഇടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അല്ല, അല്ലെങ്കിൽ ഒരു സേനയുടെ തലവനെ അല്ല, പരമോന്നത നേതാവിനെയാണ്. ഇത് ഷിയ വിഭാഗങ്ങളെയെല്ലാം വീണ്ടും ചൊടിപ്പിക്കും. അവരെല്ലാം ഒത്തുകൂടുന്നതിന് വീണ്ടും വഴിയൊരുക്കും. അപ്പോൾ മൊസാദ് ഒരു തീക്കളിക്ക് തന്നെയല്ലേ കാര്യങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത്? മൊസാദ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നെതന്യാഹു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യം ഒന്നേ ഉള്ളൂ, തീവ്രവാദത്തിന്റെ അച്ചുതണ്ട് തകർക്കുക എന്നുള്ളത്. അപ്പോൾ തീവ്രവാദത്തിന്റെ അച്ചുതണ്ടിന്റെ തലയായി ഖമനേയി നിന്നാൽ ആ തല അരിഞ്ഞു വീഴ്ത്തുക എന്നുള്ള ഒരു മാർഗം മാത്രമേ മൊസാദിന്റെ മുൻപിലുള്ളൂ. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായും ഇറാൻ ഭയക്കുക തന്നെ ചെയ്യണം ബർണിയെയും മൊസാദിനെയും. കാരണം മൊസാദിന്റെ ആൾക്കാർ എവിടെയെല്ലാമാണ്, ഇറാനിൽ എല്ലായിടത്തും ഞങ്ങളുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ സേനയിൽ തന്നെ, റവല്യൂഷണറി ബോർഡിൽ തന്നെ ഈ ആൾക്കാർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. ഒരിക്കലും നമുക്കത് തീർച്ച പറയാൻ പറ്റില്ല. കാരണം മൊസാദിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്.
അപ്പോൾ മൊസാദ് രഹസ്യമാക്കിയ സംഭവങ്ങൾ നമുക്ക് പരസ്യമാക്കാനോ അല്ലെങ്കിൽ നമുക്കറിയാനോ കഴിയില്ല. പക്ഷേ നമ്മൾ ഇതുവരെയുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ഇതുവരെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായും മൊസാദിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പക്ഷേ ഇറാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇറാൻ ചില ഫോട്ടോകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ലബനനിലെ ഇറാൻ അംബാസിഡറുമായിട്ട് സംസാരിക്കുന്നത് അത് മുൻപത്തെ ചിത്രമാണെന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് അതാണ്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഖമനേയിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാണ്. കാരണം ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടാതിരുന്ന കുറച്ചധികം നാളുകളായി വിവാദങ്ങളുണ്ട്. എന്നിട്ടും മിണ്ടാതിരുന്നിട്ട് മൊസാദ് എന്ന ഒരു പേര് പുറത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് ഇവർ തൊട്ടു പിന്നാലെ ഖമനേയി സുരക്ഷിതനായിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില ഫോട്ടോകൾ പുറത്തുവിട്ടത്. പക്ഷെ അത് മുൻപത്തെ ഫോട്ടോകളാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക്. കാരണം ഇദ്ദേഹം ഖമനേയി ഒരിക്കൽ വളരെ പബ്ലിക്കായിട്ട് തന്നെ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇറാൻ പ്രതിനിധിയുമായിട്ട് ലബനനിൽ വെച്ച് കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു ഫോട്ടോ മാത്രമായിട്ടല്ലല്ലോ വരുന്നത്. ഇതിനു മുമ്പ് ഖമനേയി വന്ന സമയത്ത് വീഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. വളരെ ബോൾഡായിട്ടാണ് സംസാരിച്ചത്. അപ്പോഴും സംസാരിച്ചത് അമേരിക്ക പേപ്പട്ടിയാണെന്നും ഇതെല്ലാം പറഞ്ഞ് വളരെ കാര്യമായി തന്നെ സംസാരിച്ചു പോയ ആളെ പിന്നെ ഒരിക്കലും കാണാതെ വെറും ഒരു ഫോട്ടോ മാത്രം കാണിക്കുമ്പോൾ അതിലിപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത്. എന്തായാലും ഡേവിഡ് ഡാഡി ബർണിയയുടെ പേരാണിപ്പോൾ എല്ലായിടത്തും ഉയർന്നു വരുന്നത്. നെതന്യാഹു ക്ഷമിച്ചാലും ഒക്ടോബർ 7 പിന്നിൽ, ആ ആക്രമണത്തിന് പിന്നിൽ ആരൊക്കെയായിരുന്നു, ആ തലകളെല്ലാം തന്നെ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഖമനേയി വിഷബാധയേറ്റ് കിടപ്പിലായി എന്നുള്ളതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ അത്തരത്തിലൊരു നീക്കമാണ്, മൊസാദാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നതെങ്കിൽ ഇറാൻ അതിന് ഒരു മറുപടി കൊടുക്കാതെ ഇരിക്കില്ല. മറുപടിയുമായി വന്നാലും ഇസ്രയേൽ തിരിച്ചടിക്കും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും ഇറാൻ ഇനി അത്ര വേഗം ഒരു തിരിച്ചടിക്ക് തയ്യാറാകാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അപ്പുറത്തുള്ളത് ട്രംപാണ്. അപ്പോൾ ഇറാൻ എങ്ങനെയെങ്കിലും അമേരിക്കയെ കൂടെ നിർത്തിയേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം സ്വന്തം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇറാൻ എന്ത് രൂപത്തിലാണ് ഈ 3 എച്ചുകളെ രക്ഷിക്കാൻ വേണ്ടി പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയുടെ സഹായം ഇല്ലാതെ അമേരിക്ക കൂടി എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുക? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ പ്രതിസന്ധിയിൽ തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഇറാൻ പെട്ടിരിക്കുന്നത്. എന്തായാലും ഖമനേയിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഉടനെ ഒന്നും വെളിപ്പെടുത്താൻ ഇറാൻ തയ്യാറാകില്ല എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.